ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തിരുവനന്തപുരം ട്രിപ്പ് ഇവിടെ വെച്ച് ആരംഭിക്കുക കേട്ടോ. 3 ട്രെയിനുകളിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എറണാകുളം കൊല്ലം സ്പെഷ്യൽ, അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, പിന്നെ ഗുരുവായൂർ ഇൻ്റർസിറ്റി. ഈ 3 ട്രെയിനുകളിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എറണാകുളം കൊല്ലത്തിൻ്റെ സ്പെഷ്യലിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ട്രെയിനിലോട്ട് പോവാം. ഇപ്പം തന്നെ തിരക്കുണ്ട്, നമുക്ക് വേഗം പോവാം. എനിക്ക് എറണാകുളത്ത് നിന്ന് കൊല്ലം വരെ 70 രൂപയായിട്ടായത്. ഇത് എറണാകുളം കൊല്ലം മെമു സ്പെഷ്യലായതുകൊണ്ടില്ലേ, ഇതിന് ഇത്തിരി പൈസ കൂടുതലാണ്. എക്സ്പ്രസിൻ്റെ ഫെയർ ആയിരിക്കും, സ്പെഷ്യലായതുകൊണ്ട്. സാധാരണ മെമു ആണെങ്കിൽ 35 രൂപ മതി, പക്ഷേ ഇത് സ്പെഷ്യലായതുകൊണ്ട് ഇതിന് 70 രൂപ. ഞാൻ കറക്റ്റ് 5 മിനിറ്റ് മുന്നേ 9:45 ഇവിടെ എത്തി കേട്ടോ. 9:50 ഈ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. നമ്മുടെ വണ്ടി കൃത്യം 9:50 എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഈ വണ്ടി ശനി ഞായറൊന്നും ഓടില്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു മെയിൻ്റെനൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യലല്ലേ. ഇത് എന്തായാലും ഇത് സ്ഥിരമാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. പിന്നെ ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അവിടെ WAP4 WAP7 അവിടെ കിടക്കണുണ്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി 1:30 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞേക്കണം. പക്ഷേ 1 മണി 1:05 ആ റേഞ്ചിലൊക്കെ ഈ വണ്ടി അവിടെ എത്തും. ഇതിന് കുറേ എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബിഫോർ ടൈം അടിച്ച് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറും. നമുക്ക് നോക്കാം. ഇത് വെള്ളിയാഴ്ച ദിവസം ബറൂണിക്ക് പോകുന്ന എറണാകുളം ബറൂണി രാപ്തിസാഗർ എക്സ്പ്രസ് ആട്ടോ. ഇത് ഈസ്റ്റ് സെൻറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത് 10:50 എറണാകുളം ജംഗ്ഷനിൽ ഈ വണ്ടി പാലക്കാട് കോയമ്പത്തൂർ വഴി ഇത് ബറൂണിയിലോട്ട് പോകും. ബീഹാർ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണേ. അപ്പോൾ ഇതിൻ്റെ ജനറലും സ്ലീപ്പറൊക്കെ എറണാകുളത്ത് വെച്ച് തന്നെ ഫുള്ളാവും. ഞാനിത് യാത്ര ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. 10 മിനിറ്റ് നമ്മളിവിടെ പിടിച്ചിട്ടു കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുറേ വണ്ടികൾ ഈ സമയത്ത് ലേറ്റായി. മറ്റേ മംഗള ലക്ഷദ്വീപ്, കണ്ണൂർ ജനശതാബ്ദി, ഗരീബ് രത്തൊക്കെ ലേറ്റായി. അപ്പോൾ ഗരീബ് രത്തിനെ കയറ്റി വിട്ടിട്ട് നമ്മളെ പിടിച്ചിട്ടു. ഇത് സ്പെഷ്യലല്ലേ, ഇത് മെമ്മു ആണ്. അപ്പോൾ അതിന് ഇത്തിരി പ്രയോറിറ്റി കൂടുതലായതുകൊണ്ട് ഇതിനെ പിടിച്ചിട്ടിട്ട് അതിനെ കയറ്റിയിട്ട് ഈ കായംകുളമൊക്കെ എത്തുമ്പോൾ ഇത് ഓൺ ടൈം ആവട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് ഈ വണ്ടി തിരിച്ച് കൊല്ലത്തോട്ട് പോകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. കാലിയടിച്ചായിരിക്കും പോണത്. പക്ഷേ അതിൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. നല്ല തിരക്കാണ് വണ്ടിയിൽ. ഇനിയിപ്പോൾ കോട്ടയൊക്കെ എത്തുമ്പോൾ നല്ല തിരക്കായിരിക്കും മിക്കതും. അപ്പോൾ നമ്മളങ്ങനെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ അപ്പുറത്തൊന്നും ആരും ഇല്ലല്ലോ, ഈ സമയത്ത് വണ്ടി കുറവായതുകൊണ്ടായിരിക്കാം. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് മുളന്തുരുത്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി സാധാരണ മെമ്മുക്ക് എറണാകുളം തൊട്ട് കൊല്ലം വരെ 35 രൂപ കേട്ടോ. ഈ മെമ്മു തുടങ്ങാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാലരുവി എക്സ്പ്രസിൻ്റെയും വേനാട് എക്സ്പ്രസിൻ്റെയും
ടൈം. ഇന്ന് പാലരുവി എക്സ്പ്രസ് 4:30-ക്കാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്നത്. കൊല്ലത്തുനിന്നല്ല, കൊല്ലത്തുനിന്ന് പാലക്കാടിലോട്ട് പോകുന്നത്. പിന്നെ വേനാട് 6:30-ക്കും. അപ്പോൾ ഈ 4:30-ക്കും 6:30-ക്കും ഇടയിലൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഈ വണ്ടി വേണം, ഒരു മെമ്മു സർവീസ് വേണമെന്ന് കുറേ പ്രാവശ്യം ജനങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ റെയിൽവേ അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ അവസാനം വേനാട് എക്സ്പ്രസ്സിലാണോ പാലരുവി എക്സ്പ്രസ്സിലാണോ എന്നറിയില്ല, ഏതൊരു ചേച്ചി തല ഇറങ്ങി വീണു. അപ്പം അതുകൊണ്ട് ഈ മെമ്മു സ്റ്റാർട്ട് ചെയ്യാൻ, ഈ മെമ്മു ഓപ്പറേറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. ഇതിനെ വേണമെങ്കിൽ തല ഇറങ്ങി മെമ്മു എന്നൊക്കെ പറയാം വേണമെങ്കിൽ. അപ്പോൾ അതാ കാരണം. ഇപ്പോൾ ഈ കൊല്ലം ജംഗ്ഷനിൽ 4:30-ക്കാണ് വണ്ടി വരുന്നത്. ഇപ്പോൾ ഈ എറണാകുളം ഭാഗത്തോട്ടൊക്കെ ഓഫീസിലോട്ടും സ്കൂളിലോട്ടും കോളേജിലോട്ടും പോകുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വെളുപ്പിന് 4:30-ക്കൊക്കെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാലും ചിലവർ അങ്ങനെ വന്ന് നിൽക്കും. പിന്നുള്ളത് വേനാട് എക്സ്പ്രസ്സാണ്. അതിലാണെങ്കിൽ പിന്നെ പറയണ്ട, തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കായിരിക്കും. കാരണം വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടല്ലേ ഇവർക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങൾ കുറേ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പരിഹാരമായിട്ടൊരു മെമ്മു വന്നു. അപ്പോൾ ഇതിന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഈ മെമ്മു ഒന്ന് സ്ഥിരമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഉപകാരമായേനെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ കൊല്ലത്തുനിന്നല്ല, ഈ പുനലൂർ ഭാഗത്തു നിന്നൊക്കെ ഒരു പുനലൂർ എറണാകുളം മെമ്മു അങ്ങനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വണ്ടി പിറവം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകട്ടെ. പിറവം റെയിൽവേ സ്റ്റേഷൻ. നമ്മളങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുക കേട്ടോ. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും വണ്ടി തിരക്കാവും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ദിവസം എന്തോ കോട്ടയം കൊല്ലം സ്പെഷ്യലായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. ഒറ്റ ദിവസം ഉണ്ടായിരുന്നല്ലോ 1 വേ സ്പെഷ്യൽ, ഈ മെമ്മു, കോട്ടയം കൊല്ലം മെമ്മു. അപ്പം അതിൽ കയറണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കയറാൻ പറ്റിയില്ല അന്ന്. ഇപ്പുറത്തെ സൈഡിൽ മറ്റേ കോട്ടയം എറണാകുളം പാസഞ്ചർ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഈ കാരക്കൽ എക്സ്പ്രസ് ഉണ്ടല്ലോ, എറണാകുളം ജംഗ്ഷൻ കാരക്കൽ, പിന്നെ കാരക്കൽ ചെന്നൈ എഗ്മോർ, അതിൻ്റെ റൈറ്റ് ഷെയറിംഗ് ഉള്ള പാസഞ്ചർ അവിടെ കിടക്കുന്നുണ്ട്. അത് വൈകിട്ട് 5:20-ന് എറണാകുളം ജംഗ്ഷനിലോട്ട് പോകും. നമ്മൾ തിരിച്ചു വരുമ്പോൾ ആലപ്പുഴ വഴിയായിട്ടാണ് വരുന്നത്. അതാണ് ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത. കോട്ടയം വഴി പോവും, ആലപ്പുഴ വഴി തിരിച്ചു വരും. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ വണ്ടി പുറപ്പെട്ടിരിക്കുക കേട്ടോ. ഇവിടെ 2 മിനിറ്റ് ഹോൾട്ട് ഉണ്ടായിരുന്നു. 2 മിനിറ്റ് ഇവിടെ നിർത്തും. ഇവിടെയും പിന്നെ കായംകുളം പിന്നെ ഈ കോട്ടയത്തും 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ഈ വണ്ടി നമ്മുടെ വണ്ടി അങ്ങനെ കായംകുളം ഭാഗത്തോട്ട് ഇങ്ങനെ പോവുകയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ നമ്മുടെ വണ്ടി. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. വണ്ടിയിൽ ഇപ്പോഴും നല്ല തിരക്കാട്ടോ. ഞാൻ വിചാരിച്ച് കോട്ടയത്തുമ്പോൾ കുറയുന്നു, പക്ഷേ തിരക്കാണ്. കോട്ടയത്ത് നിന്ന് നല്ല ആൾക്കാർ കയറിയിട്ടുണ്ട് കൊല്ലം ഭാഗത്തോട്ടൊക്കെ. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ എന്തായാലും വണ്ടിയിൽ തിരക്കുണ്ട്. ഇപ്പോൾ കായംകുളം എത്തുമ്പോൾ തിരക്ക് കുറയായിരിക്കും. കുറേ പേര് നിന്നാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡിങ് ഉള്ള ഒരു അവസ്ഥ കായംകുളം എത്തുമ്പോൾ മാറുമായിരിക്കും. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കായംകുളം റെയിൽവേ സ്റ്റേഷൻ
ഇപ്പം ഇവിടെ 2 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. ഇപ്പോൾ ഈ കോട്ടയത്തും കായംകുളത്തും മിക്ക വണ്ടികൾക്കും 2 മിനിറ്റോ 3 മിനിറ്റോ ഹോൾട്ട് ഉണ്ടാവും. ബാക്കിയുള്ള സ്റ്റേഷനിലൊക്കെ 1 മിനിറ്റ്. ഇവിടെ മാത്രം 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ്, 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ. രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ വണ്ടി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കിട്ടാം. പിന്നെ ഈ വണ്ടി ഈ കൊല്ലത്തെത്താൻ 1:30ക്കാണ് കൊല്ലത്തെത്തണത്. ഇപ്പോൾ വണ്ടി ഓൺ ടൈം ആട്ടോ, നേരത്തെ ലേറ്റ് ആയിരുന്നു. ഇപ്പോൾ വണ്ടി ഓൺ ടൈമിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കണം. കണ്ണൂർ ജനശതാബ്ദിയൊക്കെ എന്തായാലും റീഷെഡ്യൂളാവും, കാരണം വണ്ടി ലേറ്റായിട്ടാണ് ഇപ്പോൾ ഓടണം. തിരുവനന്തപുരം എത്തുമ്പോൾ 3 മണിയാവും. ഈ മെമ്മുവിൻ്റെ നമ്പർ 06169 പിന്നെ 06170. ഇത് കൊല്ലത്ത് നിന്ന് 5:55 രാവിലെ 5:55 കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് 9:35 ഇത് എറണാകുളം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു. ഇത് ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസിൽ പോകാനും സ്കൂളിലും കോളേജിലൊക്കെ പോകാനും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ്, രാവിലെ ടൈമല്ലേ. പിന്നെ ഇത് എറണാകുളം ജംഗ്ഷനിൽ തിരിച്ചിത് 9:50 ഇത് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് 1:30 ഇത് കൊല്ലം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു. 155 കിലോമീറ്റർ ഉണ്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കൊല്ലം വരെ. ഈ 155 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി വെറും 70 രൂപയാണ് ആവുന്നത്. ഈ എറണാകുളം ജംഗ്ഷൻ്റെയും കൊല്ലം ജംഗ്ഷൻ്റെ ഇടയിൽ ഏകദേശം 18 സ്റ്റേഷനുകളാണ് ഇതിനുള്ളത്. പക്ഷേ ഇതിന് എക്സ്ട്രാ ടൈമും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകട്ടെ. ശാസ്താംകോട്ട കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ എറണാകുളം കൊല്ലം ട്രിപ്പിൽ ഞാൻ ഈ സ്റ്റേഷനൊന്നും കാണിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കയറാനുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിൽക്കാനുള്ള ആൾക്കാർ കുറവാണ്. സ്റ്റേഷനിൽ യാത്രക്കാരായിട്ട് ആരും ഇല്ല കേട്ടോ. സ്റ്റേഷൻ അപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സമയത്ത് ട്രെയിനൊന്നും ഇല്ലായിരിക്കും, അതായിരിക്കാം. ഈ വരുന്നത് പൂനെ എക്സ്പ്രസ് ആട്ടോ, ലേറ്റായിട്ട് ഓടുന്ന പൂനെ എക്സ്പ്രസ്. ഒരു 5-10 മിനിറ്റ് ലേറ്റാണ് ഈ വണ്ടി ഇപ്പോൾ. പൂനെ എക്സ്പ്രസ് കൊല്ലം എത്താറായിട്ട് നമ്മൾ. ഇനി 2-3 സ്റ്റോപ്പും കൂടി സ്റ്റേഷനും കൂടിയും കഴിഞ്ഞാൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തും. ഞാൻ ഇതുവരെയും കൊല്ലം പോയിട്ടില്ല. ഞാൻ കരുനാഗപ്പള്ളി വരെ പോയിട്ടുണ്ട്. ഫൈനലി ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാട്ടെ. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ വണ്ടി നേരത്തെ ഉണ്ടാവും, 1:15 ആ റേഞ്ച് സമയമാണ്. അപ്പോൾ ആ ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ വണ്ടി ശരിക്കും പറഞ്ഞാൽ 1:30ക്ക് എത്തിയാൽ മതി. പക്ഷേ ഇതിനെ അരമണിക്കൂറാണ് 15 മിനിറ്റാണ് എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട് ഇതിന്. കാരണം ഇത് മെമു ട്രെയിൻസിനും പാസഞ്ചർ ട്രെയിനിനും എന്തായാലും ഒരു എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ടാവും. ആകെ ഈ എക്സ്പ്രസ് ട്രെയിന് എക്സ്ട്രാ ടൈമും കൊടുത്തിട്ടുണ്ട് എക്സ്പ്രസ് ട്രെയിന്. പക്ഷേ എനിക്കൊന്ന് എൻ്റെ ഒരു അറിവിൽ ഈ എറണാകുളം ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റില്ലേ, അതിന് എക്സ്ട്രാ ടൈം ഉണ്ടോയെന്ന് അറിയില്ല, ഇല്ലെന്നാണ് തോന്നണം. അപ്പോൾ നമ്മളങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇവിടുന്ന് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന. ആ വണ്ടി കയറി ഇനി നേരെ തിരുവനന്തപുരം സെൻട്രലിൽ പോകണം. അത് 2:55-നാണ്. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് 2:55-നുള്ള വണ്ടിക്ക് പോകാനാണ് പ്ലാൻ. അത് ചെന്നൈ എഗ്മോർ പോകുന്ന വണ്ടിയാണ്, ചെന്നൈ എഗ്മോർ. അപ്പോൾ ആ വണ്ടിയുടെ യാത്രാ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.